ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇഷ ടെമ്പിളിൽ പോകുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പം നമുക്ക് പോകുന്ന റൂട്ട് പ്രകൃതി ഭംഗി കാണാമല്ലോ. നല്ല ഭംഗി അല്ലേ ഇവിടെ കാണാൻ, അടിപൊളി വ്യൂ. അതെ, നല്ല ഭംഗി. കൂടുതൽ കൂടുതൽ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുക, സൈഡിൽ ഫ്ലവർ ഒക്കെ വെച്ച്. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. 1.5 മണിക്കൂറാ? നമ്മള് 10:15 ഇറങ്ങിയത്, അപ്പൊ 11:45. കുറച്ചേരം കഴിഞ്ഞിട്ട് പിടിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അടുത്ത ടോൾ ഗേറ്റും എത്തി. കോൾഗേറ്റ് എത്തി. കോൾഗേറ്റ് അല്ല, ടോൾ ഗേറ്റ്. കോൾഗേറ്റ് എനിക്കൊരു കോൾഗേറ്റാ. നിനക്ക് കോൾഗേറ്റാവോ? രണ്ടാമത്തെ ടോൾ ഗേറ്റ് ഇല്ലേ, നമ്മള് ഇരിഞ്ഞാലക്കുട നിന്ന് പോകുന്നതിന് ശേഷം. യെസ്, നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇത്. നമ്മളെ ടാഗില് അവരെന്തോ ക്യാമറ വെച്ച് എന്തോ ചെയ്തതാ, അങ്ങനെയാണ് നമുക്ക് കിടക്കാൻ പറ്റിയത്. ടാഗില് പൈസ കൊടുക്കാണ്ട്. എന്നിട്ട് ഹോട്ടലുകൾ കാണുമ്പോഴേ ചോറ് തന്നെ ഉണ്ടാകുന്ന ഹോട്ടലിൽ പോയി എന്തെങ്കിലും ശരിയാ ഫ്രണ്ട്സ്, ഉച്ചക്ക് ലഞ്ചിന് ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുത്തൂസിനെ ഹോട്ടലൊക്കെ കാണുമ്പോ ലഞ്ച് വേണ്ടാന്നാണ് പറയുന്നത്. ഹോട്ടലിൽ കൊണ്ടുവന്ന ലഞ്ച് വേണ്ടാന്ന്. ഒന്നും വേണ്ട, ഇതേപോലെ നടന്ന് ഹോട്ടലിൽ കയറിയൊക്കെ ഭക്ഷണം കഴിച്ച് അടിപൊളിയായിട്ട് നടക്കാം. ഇപ്പൊ നമ്മളെവിടെ എത്തി മുത്തേ? ആലത്തൂർ. ആലത്തൂരാ? പാലക്കാട് ആലത്തൂരാ? പാലക്കാട് ആലത്തൂരെത്തി. 12:13 ഇപ്പൊ ഞങ്ങള് പാലക്കാട് ആലത്തൂർ 2 മണിക്കൂർ. അതെ, ഇല്ല അതെ, ആലത്തൂർ സുസുക്കിയുടെ ബോർഡിൽ എത്തിച്ചത്. ആലത്തൂര് കൊറേ സ്ഥലം ഉണ്ടാവുമല്ലോ. തമിഴ്നാടെത്തി. തമിഴ്നാടെത്തിയ? തമിഴ്നാടായിട്ടില്ല. അതിന് പണ്ട് പാലക്കാട് തമിഴ്നാടല്ലായിരുന്നേ. എന്നിട്ട് പാലക്കാട് നമ്മള് കേരളത്തിന് തന്നു. എന്നിട്ട് നമ്മള് എന്ത് ചെയ്തു? കന്യാകുമാരി അവർക്ക് കൊടുത്തു. കന്യാകുമാരി നമുക്ക് എടുത്താ മതിയായിരുന്നു. പല കളറുള്ള അരളിപ്പൂണ്ട് മുത്തേ. അല്ലേ? ആ മഞ്ഞതല്ല, പക്ഷെ മറ്റേതില് വൈറ്റ് കളറ്, അതരളി. അതന്നെ കണ്ട, റോസ് ഉണ്ട്, വെള്ളയുണ്ട്, അരളിപ്പൂ വെള്ളി ഉണ്ട്. ഈ മലരെ തുമ്പത്തേക്ക് പോണെന്ന് മുത്തൂസിന്. ഇത് പാലക്കാട് കഴിഞ്ഞല്ലേ? ഇപ്പൊ പാലക്കാട് കഴിഞ്ഞില്ലേ? പാലക്കാട് കഴിഞ്ഞു. മുത്തൂസിന്റെ വിചാരം മാലിയൊക്കെ വേഗത്തുന്ന കൊറേ ദിവസം നടക്കണം കേട്ടോ ഫ്രണ്ട്സ്. വേണം, കൊറേ ദിവസം നടക്കണം മലയിലേക്ക് എത്തണമെങ്കിൽ. കണ്ടോ? ഇത് പക്ഷെ ഇവിടെ അടുത്താന്ന് തോന്നുന്നു മുത്തേ, പക്ഷെ ഇത് ഭയങ്കര അകലെയാ. ഉണ്ടോ? ഹായ്. എന്നാലും ഉണ്ട്, കണ്ട തെങ്ങുകള് അടിപൊളി. ഒരു ഭംഗിയില നിൽക്കണല്ലേ. അതന്നെ തെങ്ങും തോപ്പ് അല്ലേ? ഓ, നമ്മുടെ ആ ഭാഗത്ത് ഒരെണ്ണത്തിന് ഇല്ല അല്ലേ, ഒക്കെ കേടാണ്. അടിപൊളി. പന നോക്കിയിട്ട് മൊത്തം പനനങ്കുള്ളത്. ആ, ഇതുമ്പോ പനനങ്ക് കൊണ്ടുവരണേ. പനനങ്കു പല പനനങ്ക് നങ്കൂല്ല. നല്ല വഴി, സൂപ്പർ വഴി. തമിഴ്നാടല്ലേ ഇത് മുത്തേ? അതെ അതേട്ടാ, തമിഴ്നാടെത്തിയാ? ആ തമിഴ്നാടെത്തി. ഇതെന്താ ഇവിടെ ടാങ്കറുകളാ? അതവിടെ എന്തോ ആണല്ലോ. നിങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. ഫുഡ് കഴിക്കാനായിട്ട് 1:30 സമയം. ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. വണ്ടി നിർത്തി ഞങ്ങള് ലഞ്ച് ഞങ്ങൾ കൊണ്ടുവന്ന കാരണം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോ എവിടെ നിർത്തും മുത്തേ?
അവിടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. മല്ലിപ്പൂവാണ് ഇവിടെ തമിഴ്നാട്ടില്. മല്ലിപ്പൂ നിൽക്കണ നല്ല ഭംഗിയുണ്ട് അല്ലേ? തമിഴ്നാട്ടില് മല്ലിപ്പൂ എന്ന് പറഞ്ഞാൽ ഇതാണ് മുല്ലപ്പൂവാ. അതെ, ഇതേത് പൂവാ? ഇത് വേറെ ഏതോ പൂവാ. മല്ലിപ്പൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മുല്ലപ്പൂവാ. എന്തൊരു ഭംഗിയാ നിൽക്കുന്നതാണ്. അവിടെ നോക്കിയ ഫ്രണ്ട്സ് റോഡ് മഷിട്ട് നോക്കിയാ അടയ്ക്കാറല്ലേ പോവുക. അതന്നെ അടിപൊളി. എന്തൊരു ഭംഗിയല്ലേ ആക്കല്ല വരെ. നല്ല രസം. അതന്നെ നല്ല ഭംഗി. ഒഗല വരെയുണ്ട്. ഫുള്ള് തന്നെയല്ലേ. അടിപൊളി. ഫ്രണ്ട്സ്, ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ അടിച്ച് വാഷ്റൂമിലൊക്കെ പോയി വീണ്ടും യാത്ര തുടരാണ് കേട്ടോ. നല്ലൊരു സ്പോട്ട് കിട്ടാത്തതുകൊണ്ട് ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. നമ്മള് ആ മെയിൻ റോട്ടിൽ കൂടെ വന്നപ്പോ കണ്ട മല എത്തി മുത്തേ. മല എടുത്ത് വരുന്നോ? ആ അതന്നെ. എത്താറായില്ലേ? എത്താറായി. ഇനി 56 മിനിറ്റ് വേണ്ട. Palakkad, Coimbatore Road for 2 kilometers. ഈ കോയമ്പത്തൂർ റോഡും മുത്തേ ഈ മല എടുത്തെത്തി. നമ്മ മലര മണ്ടയ്ക്ക് പോവും. ഇഷ ടെമ്പിൾ ഏകദേശം എത്താറായി ഫ്രണ്ട്സ്. ഇപ്പോഴൊരു കാര്യം മറന്നു, ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാം. സമയത്തിന് 1:53 ഫ്രണ്ട്സ്. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. മുത്തൂസിന് വിശപ്പിന്റെ വിളി ഇങ്ങനെ എന്നെ മാറി മാറി വിളിക്കുന്നു. വിശപ്പ് ഇങ്ങോട്ട് പാടി എന്നും പറഞ്ഞു. ഇതുവരെ ഒരു സ്പോട്ട് കിട്ടിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാൻ. ഫ്രണ്ട്സ്, ഞങ്ങൾ വഴി ആകെ പാടത്തെറ്റിപ്പോയി കേട്ടോ ഫ്രണ്ട്സ്. ഏതിലൊക്കെയോ കറങ്ങി തിരിഞ്ഞെത്തിയിട്ടുണ്ട്. വഴി റോഡ് വഴി ചോദിച്ചിട്ടാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. എന്താന്ന് വെച്ചാല് റോഡ് പണി നടക്കുന്ന കാരണം ഒന്നും അറിയില്ല. എന്റെ പൊന്നെ, എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊറേ വട്ടം കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. Continue on Coimbatore Main Road for 2 kilometers. റോഡാണോ? ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് ഇത്രയും നേരമായിട്ട് ഫുഡ് കഴിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങള് വഴി തെറ്റിപ്പോയപ്പോ വിശപ്പൊക്കെ പോയി. തെറ്റെന്തോറും സമയം കൂടെ 3:05 എത്തുള്ളൂ. അതന്നെ. പക്ഷെ നമ്മള് വഴി തെറ്റിപ്പോയ കാരണം ഫുഡ് കഴിക്കാനൊക്കെ മറന്നു. റോഡ് പണി നടക്കുന്ന കാരണം വഴി തെറ്റി കേട്ടോ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ അമ്മച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നേനെ അല്ലേ മുത്തേ? വഴി തെറ്റിയതിലേ പോണെന്ന് ഗൂഗിൾ അമ്മച്ചിക്ക് അറിയില്ല. ഈശ ടെമ്പിളിലേക്ക് പോകുന്ന വഴി കോയമ്പത്തൂർ അടിപൊളി ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. മുത്തൂസിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. ഇനി ലഞ്ച് കഴിച്ചിട്ടാണ് ഇനി യാത്ര. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. വഴിയൊക്കെ തെറ്റിപ്പോയ കാരണം സമയം അധികമായിട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാണ്, ലഞ്ച് കഴിക്കാണ്. പേപ്പർ എടുക്കണം. പട്ടി അതിൻ്റെ ഇടയിൽ ഞങ്ങള് ലഞ്ച് കഴിക്കുമ്പോ ഒരു പട്ടി, അതേതോ വളർത്തണ പട്ടിയെന്ന് തോന്നുന്നുണ്ട്. വളർത്തണ പട്ടിയെന്ന് തോന്നുന്നു. കഴുത്തിൽ ബെൽറ്റൊക്കെ. ഞങ്ങള് ചോറിനിട്ട് കേട്ടോ ഫ്രണ്ട്സ്. ചോറിനിട്ട് കാണാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണ്. എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്തിട്ട് ലാസ്റ്റ് ആ പത്രത്തിൽ അങ്ങനോടെ തന്നെയാണ് കേട്ടോ മുത്തൂസ് ഫുഡ് കഴിക്കുന്നത്. മുത്തൂസിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ചോറിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് മുത്തൂസ് ചോദിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. നന്നായി വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡ് കിട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും. അതാണ് ഇപ്പോൾ മുത്തൂസിൻ്റെ അവസ്ഥ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ വീണ്ടും യാത്ര തുടരാണ്. അപ്പം നമുക്ക് പോവാം. ബാ. അപ്പം ഞാനും കയറട്ടെ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവാണ് വീണ്ടും. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. Continue on Sirupani Main Road for 7 kilometers. ഫ്രണ്ട്സ്, ഇനി കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരിക്കാട്ടോ. ഫ്രണ്ട്സ്, വീണ്ടും വഴി തെറ്റുമോന്ന് ഒരു ചെറിയ സംശയമുണ്ട് കേട്ടോ. ഈശാ ടെമ്പിളിലേക്ക് എന്തായാലും ഇതുപോലെ ചെറിയ വഴി ആവില്ല, ഇത് വളഞ്ഞ വഴി ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. റൂട്ട് മാപ്പിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പക്ഷേ ഇത് വളഞ്ഞ വഴി ആയിരിക്കാനും സാധ്യത. കറക്റ്റ് വഴി ഈശാ ടെമ്പിളിലേക്കുള്ളത് തന്നെ ആയിരിക്കും. ഈശ്വര, ഇവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല. പക്ഷെ സൈഡ് വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഈശ്വരയിലേക്ക് പോകുന്നത് ഇത് കറക്റ്റ് വഴിയാണെങ്കിൽ വണ്ടികളൊക്കെ ഇവിടെ കണ്ടേനെ ഫ്രണ്ട്സ്. ഇതൊരു വണ്ടിയും കാണാനില്ല. സാരമില്ല, വളഞ്ഞ വഴിയായാലും കാഴ്ചകളൊക്കെ പതുക്കെ കണ്ടു പോവാലോ. ഇതല്ലാണ്ട് വേറെ വഴിയുണ്ട്. ഗൂഗിളമ്മച്ചി വേറെ വഴി കൂടെ പറഞ്ഞു കിട്ടും. അമ്മയ്ക്ക് ഇവിടുത്തെ തെങ്ങും മടക്കാരൊക്കെ കണ്ടിട്ട് കിളി പോയി ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അടിപൊളി തെങ്ങും മടക്കാമരൊക്കെ. നമ്മുടെ അവിടെയൊക്കെ കേട് പിടിച്ച് എല്ലാ തെങ്ങും കേട് പിടിച്ച് പോയി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വാവ് ഒന്ന് ഫീൽ ചെയ്യാണ്. ഫുള്ളും കൃഷിയാ, ഒരു വീടൊന്നുമില്ല. Friends, we are reaching to our destination. യോ ഇപ്പൊ എത്ര 3:30 നമ്മൾ എത്ര മണിക്ക് പോന്നേ? 10:30. 2:30 എത്തുന്ന പറഞ്ഞാൽ നമ്മളാ അതന്നെ, കുറച്ച് വഴി തെറ്റിപ്പോയിട്ടാട്ടാ ഇത്രയും ടൈം ആയത്. അപ്പൊ ഫ്രണ്ട്സ്, ഏകദേശം ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇനി 4 കിലോമീറ്റർ കൂടി ബാക്കി. കടച്ചക്കപ്ലാവിന്റെ ഇത് കണ്ട അമ്മേ നോക്കി, കടച്ചക്ക എന്ത് നോക്കിയമ്മേ സൈഡില് എല്ലാതും ഇവർക്ക് കൃഷിയാ. അതാണ് ഇവിടുന്ന് കൊറേ സാധനങ്ങൾ വെട്ടി നിർത്തത് ചെടി പോലെ മയില് ഈ കൊച്ചു മയില് എന്ന് പറയുന്നത് ഞാൻ കാണാറില്ല. കുഴപ്പമില്ല. നോക്കിയ മുത്ത മഞ്ഞളും തോട്ടം. ആഹാ, കാണാൻ പറ്റിയ എനിക്ക് ചില്ലോർക്കണം. എത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തേ, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റൂംസ് ഒക്കെ കണ്ട. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൊറേ നേരമായില്ല മുത്തേ എത്തിക്കൊണ്ടിരിക്കുന്നു പറയണേ. അവിടെയൊന്നും കൊണ്ട് കാറിടുന്നു. വണ്ടികള് അവിടെ എവിടെ? പാർക്കിംഗ്. അപ്പൊ ഞങ്ങള് എത്തിട്ടോ. ഞാൻ റൂമൊക്കെ എടുക്കാൻ വെച്ചിട്ട് ഊള ഡ്രസ് ഇട്ടേക്കണം. ഇവിടെയാണ് പാർക്കിംഗ് ഫ്രണ്ട്സ്. പക്ഷെ അതിക്ക് മുൻപ് ഞങ്ങൾക്ക് റൂം എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇഷാ ടെമ്പിളിൽ എത്തിയിട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ രാത്രിയിലാണ്. ലേസർ ഷോ തീരുമ്പോൾ ഏകദേശം 10 മണിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് റൂംസ് കിട്ടുമെന്ന് നോക്കുകയാണ് ഏട്ടൻ. ഇവിടെ അടുത്തൊന്നും റൂംസ് ഇല്ല എന്നാണ് കേട്ടോ പറയണത്. ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം റൂം കിട്ടണമെങ്കിൽ. പാസ് എടുക്കണമെന്നുണ്ട് അല്ലേ? പാസ് ഉണ്ട് തോന്നുന്നുണ്ട്. വെൽക്കം ടു ഇഷ ഫൗണ്ടേഷൻ എന്ന് എഴുതി കാണിക്കുന്നത് മുത്തേ. 10 രൂപ കാർ 30, 2 വീലർ 10, മിനി ബസ് അങ്ങനെയാണ്. എന്താ പാർക്കിങ് ടാഗ് ചെയ്യലുണ്ടാ? എന്ത്? അതും 30 രൂപ ഇതിന്ന് കട്ടായി പോയിട്ടുണ്ടാവും. ഫാസ്ടാഗ് മതിട്ടോ ഫ്രണ്ട്സ്. ഇവിടുന്ന് കടക്കാനായിട്ട് ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടക്കാനായിട്ട് പൈസ നമ്മള് വേറെ കൊടുക്കണ്ട കേട്ടോ, അതിൽ നിന്ന് കട്ടാവും. അപ്പൊ ഫ്രണ്ട്സ് നോക്കൂ, ആദിയോഗിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. വാവ്, അപ്പുറത്തേക്ക് അല്ലേ തിരിഞ്ഞിരിക്കുന്ന കാർ പാർക്ക്. അതവിടെയാണ് കാർ പാർക്കിങ്. വാവ് ഫ്രണ്ട്സ്, ശിവവിഗ്രഹം.
മാമിക്ക് എങ്ങനെ മനസ്സിലായി തെക്കോട്ടാന്ന്? എങ്ങോട്ടാണാവോ? ഫ്രണ്ട്സ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങള്. ഭഗവാൻ ഇരിക്കണൊക്കെയല്ലേ കാണുക. നമുക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും. ഒരു ക്യൂട്ട്നെസ് അല്ല അതന്നെ, അതൊക്കെ ഇനി ഒരു അത്ര അടിപൊളിയാവും. ചന്ദ്രക്കരക്കുറി അതന്നെ. ഫ്രണ്ട്സ് ഇവിടെ എത്തി മുത്തൂസ് ഡ്രസ്സൊക്കെ മാറി വേറെ സ്റ്റൈലായിട്ടോ. ഇവിടെ അടുത്തൊന്നും റൂംസ് കിട്ടാത്ത കാരണം മുത്തൂസ് കാറിലിരുന്നാണ് കേട്ടോ ഡ്രസ് ചേഞ്ച് ചെയ്തത്. ഈഷ ടെമ്പിളിന്റെ അവിടെ എത്തിയപ്പോ മുത്തൂസ് ഡ്രസ്സൊക്കെ മാറി വേറെ ലെവലായി. മുടിയൊക്കെ വേറെ സ്റ്റൈലിൽ കെട്ടി. അപ്പൊ നമുക്ക് ഇനി സമയം 4:30 ആയിട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇത് കണ്ടോ ഇത്ര അകലെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞങ്ങള് ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് കറങ്ങി വരാനാണ് ഇരിക്കുന്നത് കേട്ടോ. കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം നടക്കണം കേട്ടോ ഭഗവാന്റെ അടുത്തേക്ക്. അപ്പൊ ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ ആളുകൾ കുറവേ ഉള്ളൂ കേട്ടോ. 7 മണി മുതലാണ് കേട്ടോ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ നേരത്തെ എത്തിയില്ലേ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ അതുവരേക്കും ബൈ.